എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാരിപ്പള്ളിക്കും കൊട്ടിയത്തിനും ഇടയ്ക്കുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ പ്രധാനമായ അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ കാണുന്ന ഭാഗം തിരുവനന്തപുരത്തു നിന്നും കൊല്ലം ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ മുക്കട കഴിഞ്ഞ് HP പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള ഭാഗമാണ്. മുക്കട മുതൽ പാരിപ്പള്ളി വരെയുള്ള ഭാഗം ഉയരപാതയായിട്ടാണ് നിർമ്മിച്ചത്. ഈ ഭാഗത്തൊക്കെ മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയും ഒക്കെ വർക്കെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. മുക്കട മുതൽ പാരിപ്പള്ളി വരെയുള്ള പല ഭാഗങ്ങളിലും ഇപ്പോൾ ആറിവാൾ പാനലുകളൊക്കെ പുറത്തേക്ക് തള്ളി വന്നിരിക്കുകയാണ്. 4-5 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ മെയിനായും ആറിവാൾ പാനലുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് തള്ളി വന്നത്. ഇപ്പോൾ സർവീസ് റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ഏകദേശം 400 മീറ്ററോളം ഭാഗത്താണ് ഇപ്പോൾ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ തള്ളി വന്ന ആറിവാൾ പാനലുകളൊക്കെ താഴേക്ക് പതിക്കാതിരിക്കുന്നതിനായി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആറിവാൾ പാനലിൻ്റെ 4 ഭാഗങ്ങളിലും ചെറിയ ഹോളുകൾ ഉണ്ടാക്കി അതിനകത്തേക്ക് 3-4 മീറ്റർ നീളമുള്ള ഇരുമ്പ് കമ്പി അടിച്ച് കയറ്റി വയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏകദേശം 2 മാസമായി ഈ ഒരു പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പല ഭാഗങ്ങളിലെയും ഡ്രെയിനേജ് പൈപ്പുകൾ നോക്കുകയാണെങ്കിൽ കറക്റ്റായി എത്രത്തോളം ബെൻഡ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാകും. ഇത് മറ്റൊരു ഭാഗമാണ്. ഇവിടെയും കമ്പി അകത്തേക്ക് അടിച്ചു വച്ചിരിക്കുന്നതായി കാണാം. മുക്കടയ്ക്കും പാരിപ്പള്ളിക്കും ഇടയ്ക്ക് ഏകദേശം 4-5 സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ കമ്പി അകത്തേക്ക് അടിച്ചു വച്ചിരിക്കുകയാണ്. ഈ ഒരു മഴക്കാലം തീരുന്നത് വരെ സർവീസ് റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്നാണ് തോന്നുന്നത്. കൊല്ലം ജില്ലാ കളക്ടറും ഹൈവേ അധികൃതരും MLAയും MPയും എല്ലാവരുടെയും നേതൃത്വത്തിൽ പ്രദേശം വന്ന് കണ്ടിരുന്നു. ഉടൻ തന്നെ ഇതിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്ന് അറിയിക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ആറിവാൾ പാനലുകളൊക്കെ മറിയാതിരിക്കുന്നതിനായി ചെറിയ കമ്പികളൊക്കെ തുളച്ചു വച്ചിരിക്കുന്ന കേരളത്തിലെ ഏക ലൊക്കേഷൻ പാരിപ്പള്ളി ആയിരിക്കും. ഇത് കല്ലുവാതുക്കൽ ടോൾ പ്ലാസയുടെ ഭാഗമാണ്. ടോൾ പ്ലാസയുടെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ അന്തിമഘട്ടത്തിലാണ്. ടോൾ ഗേറ്റിൽ പ്രധാനമായും 6 ഓപ്പണിങ്ങുകളാണ് ഉള്ളത്. അതിൽ 5 എണ്ണത്തിലും ഫാസ്ടാഗ് ഉള്ളതും 1 ക്യാഷുമായിരിക്കും. ഫാസ്ടാഗ് റീഡിങ്ങിന് വേണ്ടിയുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകളൊക്കെ ഇപ്പോൾ കണക്ട് ചെയ്യുന്ന വർക്കുകളാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഈ ചെറിയ 3 ഓപ്പണിംഗ് വഴിയാണ് കടന്നു പോകുന്നത്.
ഇത് രണ്ടാമത്തെ ടോൾ ഗേറ്റിൻ്റെ ഭാഗമാണ്. ഇവിടെയും വർക്കുകളൊക്കെ ഏറെക്കുറെ കംപ്ലീറ്റായി കിടക്കുകയാണ്. ഇവിടെയും ഫാസ്ടാഗിന് വേണ്ടിയുള്ള ഇലക്ട്രോണിക്സ് മെഷീനറീസൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നതായി കാണാം. അവസാനത്തെ ആ ഒരു ചെറിയ ഓപ്പണിംഗ് വഴിയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നത്. ഇപ്പോൾ പല ഭാഗങ്ങളിലും CCTV ക്യാമറകളൊക്കെ സ്ഥാപിച്ചു വരികയാണ്. ഇത് കല്ലുവാതുക്കൽ ഭാഗമാണ്. ഇവിടെ ഹൈസ്പീഡ് ഡോം ക്യാമറകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ എൻട്രി എക്സിറ്റ് പോയിൻ്റുകൾ വരുന്ന ഭാഗങ്ങളിലും ബുള്ളറ്റ് ക്യാമറകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ 1/2 കിലോമീറ്ററും 1 കിലോമീറ്ററും ഗ്യാപ്പിലാണ് ഇപ്പോൾ ക്യാമറകൾ വെച്ചിരിക്കുന്നത്. കല്ലുവാതുക്കൽ കഴിഞ്ഞാൽ പിന്നെ കാരങ്കോട് ഭാഗത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. ഓരോ 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ ഇടവിട്ട് ക്യാമറകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇത്തിക്കര പാലത്തിൻ്റെ ഭാഗമാണ്. ഇവിടെയാണ് ഇനി വർക്ക് നടക്കാനുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന മെഷീനറീസുകളും മിക്സിംഗ് മെഷീനുകളൊക്കെ മാറ്റിയതിന് ശേഷം റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. ഇത്തിക്കര പുതുതായി നിർമ്മിച്ച 6 വരി പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിൻ്റെ വടക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി തെക്ക് സൈഡിലുള്ള വർക്കുകളാണ് പെൻഡിങ് ആയിട്ടുള്ളത്. പഴയ പാലം ഒരു സൈഡിലെ സർവീസ് റോഡായി ഉപയോഗിക്കാം എന്ന് കരുതുന്നു. പ്രത്യേകം സർവീസ് റോഡ് നിർമ്മിക്കുന്നില്ല. ഇത്തിക്കര പാലം കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട്. കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള വളരെ ചെറിയ ഒരു അടിപ്പാതയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. താരും പ്രവൃത്തിയൊന്നും ആയിട്ടില്ല. ഇത് അടിപ്പാതയുടെ താഴ്ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ്. ചെറിയൊരു അടിപ്പാതയാണ്. ഇനി ഇതിൻ്റെ മറുവശത്തെ മണ്ണും നീക്കം ചെയ്യാനുണ്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊന്നും ആയിട്ടില്ല. മണ്ണിന് ഒരുപാട് നീക്കം ചെയ്ത് ലെവൽ ചെയ്യാനുണ്ട്. മൈലക്കാട് പുതുതായി നിർമ്മിക്കുന്ന വയഡക്റ്റിന് വേണ്ടിയുള്ള ഗർഡറിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
ഇപ്പോൾ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് 4ഓളം ഗർഡറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളാണ് നടക്കുന്നത്. മൈലക്കാട് നിർമ്മിച്ച് കഴിഞ്ഞിട്ടുള്ള അടിപ്പാതയുടെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇനിയും ബാക്കിയുണ്ട്. പുതുതായി നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ പൈലിംഗ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ പിയറിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. പൈലിംഗ് കഴിഞ്ഞ ഭാഗത്ത് പൈൽ ഷിപ്പിങ്ങുകൾ ചെയ്തിട്ടിരിക്കുന്നത് കാണാം. ചില ഭാഗങ്ങളിൽ പിയറിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് ചില ഭാഗങ്ങളിൽ പിയർ ഗേജുകൾ തയ്യാറാക്കുന്ന വർക്കും നടക്കുകയാണ്. ഏകദേശം 1 വർഷത്തോളം എടുക്കും ഈ ഭാഗത്തെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവാൻ. ഇതുവരെയുള്ള അപ്ഡേറ്റാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മറ്റ് ഭാഗങ്ങളിലെ അപ്ഡേറ്റുമായി ഉടൻ തന്നെ എത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.